കുറേ നാൾ മുന്നേ നാട്ടിലെ വെക്കേഷന് പോയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് 2 കുളങ്ങളുണ്ട്. അതിലൊരു കുളത്തിൽ നമ്മൾ ആസാം വാള എന്ന് പറഞ്ഞിട്ടൊരു മീനെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. വളർത്തുന്നതിൻ്റെ ഈ ഒരു കുളത്തിൽ നമ്മളതിനെ വളർത്തുന്നതിൻ്റെ കാരണം നമുക്കിങ്ങനെ ആ ഒരു സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ കുറച്ച് മീനുകളെ വാങ്ങി ഇതിനകത്തിട്ട് വളർത്തി. പിന്നെ എനിക്കിങ്ങനെ വീട്ടിൽ മീനുകൾ, താറാവ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒന്നിനെയും തൊടത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ കുളത്തിൽ നിന്ന് മീനെ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം മണ്ണരയെ കിട്ടണം. അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കുറച്ച് മണ്ണരയൊക്കെ കിളച്ചെടുത്തോണ്ട് വന്നു. അതും സെയിം മണ്ണരയൊക്കെ ഉള്ളത് നല്ലത് തന്നെ. പക്ഷേ എനിക്ക് ഇതിനൊന്നും തൊടാനോ കാണുമ്പോഴേ അറപ്പാണ്. അപ്പം വിഷ്ണു ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വെക്കേഷൻ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ചന്തു മാത്രമേ ഉള്ളൂ ഇല്ലാതിരുന്നത്. പ്രശേട്ടനും ഞാനും ചിഞ്ചും വിഷ്ണു എല്ലാവരും ഉണ്ടായിരുന്നു. വിഷ്ണു ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ കിട്ടാനാ ഇവിടെ മണ്ണരയെന്ന്. അവർ എറണാകുളത്ത് ടൗണിലിരിക്കുന്നവർക്ക് എന്ത് മണ്ണര. അപ്പം ഞങ്ങൾ മണ്ണിൽ നിന്ന് എല്ലാത്തിനെയും ഇളക്കിയെടുത്ത് അച്ഛൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിച്ചുനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇതാ കണ്ടില്ലേ, ഇഷ്ടം പോലെ മണ്ണര ഞങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് ഈ കുളത്തിന് ചുറ്റും എല്ലാം ക്ലീൻ ചെയ്ത് വലയൊക്കെ മാറ്റിയിട്ട് വേണം മീനുകളെയൊക്കെ പിടിക്കാനായിട്ട്. അപ്പം ഇതിനെ വെള്ളം പറ്റിച്ച് പിടിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാനൊരാഗ്രഹം. എനിക്ക് ഈ ഫിഷിങ് പോലുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റും ആവും, എനിക്കൊരു വീഡിയോയും ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി. ഭയങ്കര വെയിലൊന്നുള്ള ദിവസം ആയിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും മുറ്റത്തിറങ്ങി നിൽക്കാൻ പറ്റുന്ന പോലത്തെ ഉള്ളൊരു, പിന്നെ ഇവിടെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്, അത്യാവശ്യം നല്ല തണുപ്പ് കേട്ടോ. മുറ്റത്ത് ടാർ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മളിവിടെ ഫ്രണ്ടെല്ലാം ടാർ ചെയ്തേക്കുമായിരുന്നു. ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇൻ്റർലോക്ക് ആക്കിയതിന് ശേഷം അത്രയും ചൂട് നമുക്കില്ല. എന്തായാലും എല്ലാവരും കുളത്തിന് ചുറ്റും കൂടി ചടപടയെന്ന് ഫുൾ ചട്ടികളൊക്കെ വെച്ചിരുന്ന എല്ലാം എടുത്ത് മാറ്റി. അതിനുശേഷം നമ്മൾ മീനിൻ്റെ തീറ്റ ഇതാട്ടോ. ഇതാണ് നമ്മൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുള്ളത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മീനുകളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് മീനിൻ്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ടൊക്കെ നിന്ന് നോക്കി. ഇടയ്ക്ക് അവരൊന്ന് വരും, പക്ഷെ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. പെട്ടെന്നൊന്ന് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വന്ന് കൊത്തിയെടുത്തിട്ട് അവർ പോകും. അവർക്കറിയാം മേളിലെല്ലാം ആൾക്കാർ ഇങ്ങനെ കാണാൻ നിൽക്കുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ കാണണ്ടെന്നുള്ളൊരു ഭാവത്തിൽ അത്ര പെട്ടെന്ന് കണ്ടില്ലേ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, എന്തോ ഒരു സാധനം വന്ന് കൊത്തിയിട്ട് പോകുന്നല്ലാതെ നമ്മൾ സാധാരണ ഈ വെള്ളത്തിൽ മീൻ കിടക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ കുളത്തിൽ നിറയെ പായലും ഒക്കെ ഉണ്ടായിരുന്ന കാരണവും അത്ര ക്ലിയർ അല്ലല്ലോ, വെള്ളം കണ്ടില്ലേ പച്ച കളറിലാണ് കിടക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് അങ്ങനെ ക്ലീൻ ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല. മീനുകളെ ഇട്ടതിന് ശേഷമേ കുഞ്ഞു മീനായിരുന്നു, അത് അവളെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഇതിൻ്റെയൊക്കെ സൗണ്ട് ഓഫ് ചെയ്തേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ ചെറിയതിനെ കൊണ്ടുവന്നിട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 6 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും എല്ലാവരും നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഈ വല മാറ്റിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പം തൊട്ട് ഇവിടെ മുഴുവനും കൊക്കുകളായിരിക്കും, എല്ലാത്തിനെയും കൊണ്ടുപോകും. അത് കാരണമാണ് നമ്മളിവിടെ വലയിട്ടത്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് നിറയെ തവളകൾ ഇറങ്ങാൻ തുടങ്ങി. രാവിലെയൊക്കെ ഭയങ്കര സൗണ്ടാണ് തവളയുടെ. അപ്പം അമ്മ പറയുന്നുണ്ട് ഇനി ഇവിടെ മീനും വേണ്ട ഒന്നും വേണ്ട, ആകെ എല്ലാത്തിനെയും കളഞ്ഞോളാൻ പറഞ്ഞേക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ ആവശ്യപ്രകാരം അച്ഛൻ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ചൂണ്ട ഉണ്ടാക്കി. പ്രശേട്ടൻ നമുക്ക് ചൂണ്ടയൊക്കെ ഉണ്ടാക്കി തന്നു. ചൂണ്ടയും കൊണ്ട് വന്ന് മീൻ പിടിച്ച് മുറ്റത്തെ കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആഹാ എന്തൊരു സുഖമല്ലേ. അതൊക്കെ ഓർത്തിട്ട് ചൂണ്ടയും കൊണ്ടുവന്ന് ഞാൻ ആദ്യം കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുകൊണ്ടൊക്കെ നിന്ന് നോക്കി. എവിടെ, എനിക്കൊന്നും കിട്ടിയില്ല. ഇതിനൊക്കെ കുറേ പേഷ്യൻസ് വേണം, പിന്നെ കുറച്ച് ടൈം വേണം. എന്താ പറയുക, നമ്മളങ്ങനെ ഇതിനൊക്കെ ഇതിൻ്റെതായ ഒരു കലയൊക്കെ വേണം. അതൊന്നും നമുക്കില്ല. എന്തായാലും നമ്മുടെ കുറേ എടുത്ത് വെച്ച് വരെയൊക്കെ തീർന്നപ്പോഴത്തേക്കും വീണ്ടും അച്ഛനും പ്രശേട്ടനും എല്ലാം കൂടെ പോയിട്ട് അടുത്ത കുറേ എണ്ണത്തിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. കണ്ടില്ലേ, അതിനെ കൊണ്ടുവന്നു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ എന്നിട്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വല എന്താ പറയുക ചൂണ്ട വെള്ളത്തിലോട്ടിട്ടു. ഞങ്ങളിങ്ങനെ അച്ഛനെ കമൻ്റൊക്കെ അടിച്ച് കളിയാക്കിയൊക്കെ നിന്ന് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞു. അച്ഛൻ ആ വരയെ കോർക്കുന്നത് കണ്ടിട്ട് അയ്യോ, ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു വെച്ചാൽ ഒരു ഗ്ലൗസെങ്കിലും കയ്യിലിട്ടിട്ട് അതിനെ കോർക്കാൻ. ജീവനുള്ള അതിനെ ഇങ്ങനെ അതേ കൊരുത്ത് കയറ്റുന്ന കാണുമ്പോൾ തന്നെ ആകെ അറപ്പാണ്. പിന്നെന്തായാലും പ്രശേട്ടനോട് ഞാൻ പറയുന്നുണ്ട് വരെ കൊരുത്ത് കാണിക്കാനൊക്കെ. പുള്ളിക്ക് പക്ഷെ അതിനൊന്നും അറപ്പില്ല കേട്ടോ. നോക്കിയപ്പോൾ ഇല്ലേ അച്ഛൻ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇട്ടതും മീൻ അച്ഛനിപ്പോൾ വന്ന് എന്നെ ഇപ്പം ചൂണ്ടയിൽ പിടിച്ചോന്ന് നിൽക്കുന്ന ഭാവത്തിൽ അത് കയറി വന്നു. ഞാനവിടെ മണിക്കൂറുകളോളം നിന്നിട്ട് അതിനൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരെണ്ണത്തിനെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന് സൈഡിൽ ഭയങ്കര മുള്ളുണ്ട്, പിന്നെ കയ്യിൽ നിൽക്കത്തില്ല, അതിങ്ങനെ വഴുതി പോകുന്ന ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഭയങ്കര കെയർഫുള്ളായിട്ട് പിടിച്ചില്ലെങ്കിൽ കൈ ഇങ്ങനെ പൂളിപ്പോവും. അതുപോലെ പ്രശാൻ്റെ കൈ കുറച്ച് മുറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 പിടിച്ച സമയത്ത്. കാരണം അതിൻ്റെ സൈഡിലൊരു മുള്ളു പോലെ അതിൻ്റെ ഗിൽസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മുള്ളു പോലൊരു സാധനമുണ്ട്. പിന്നെ ഇതിനെ കൊരുത്ത് വായിന്ന് അതിങ്ങനെ ഊരിയെടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിടിച്ച് അതൊക്കെ ഊരിയെടുത്തെങ്കിലും അത് ചത്തൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് കുറേ നേരം വെച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മണ്ണരകൾ എല്ലാം ഇറങ്ങി പോകാൻ തുടങ്ങി. പിന്നെ അതിനെല്ലാം പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കണ്ടോ അതിനെ വെള്ളത്തിൽ ഇട്ടപ്പോൾ അതിന് ജീവൻ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ചൂണ്ടയിടാൻ തുടങ്ങി വീണ്ടും. എവിടെ ഒന്നിനെയും കിട്ടില്ല. അച്ഛൻ പറഞ്ഞു ചൂണ്ടയൊക്കെ എടുത്ത് കളാം, ഇനിയിപ്പോൾ വെള്ളം വറ്റിച്ചിട്ട് എല്ലാത്തിനെയും പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വെള്ളം നല്ലോണം കലക്കിയിട്ട്
അതിനകത്ത് മറ്റേ ഓസ് ഇട്ടിട്ട് നമ്മൾ വെള്ളം പറ്റിക്കാൻ തുടങ്ങി. ആ സമയം കൊണ്ട് ചത്തൂന്ന് ഉറപ്പ് വരുത്തിച്ചു, കണ്ണനെ കൊണ്ട് ചിഞ്ചു. എന്നിട്ട് അതിനെ വളരെ പാടുപെട്ട് പിടിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ആ കണ്ടത്. അങ്ങനെ എന്തായാലും അച്ഛനും പ്രശേട്ടനും കൂടെ ഓസ് ഇട്ട് അതിനകത്തെ വെള്ളം പറ്റിക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്ന കാരണം അച്ഛൻ കുറേ വെള്ളമൊക്കെ കോരി പറ്റിച്ചു. അതിനുശേഷം ബാക്കിയൊക്കെ ഞാൻ പുള്ളിയെ തള്ളിയിടാൻ നോക്കിയതാണ്. കെട്ടിയവനെ വെള്ളത്തിൽ തള്ളിയിടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്തായാലും അങ്ങനെ വെള്ളം ഒരുവിധം അവർ എല്ലാവരും കൂടെ ചേർന്ന് കോരിയും ഓസിട്ടും ഒക്കെ പറ്റിച്ചു കേട്ടോ. ഈ വെള്ളത്തിലിറങ്ങി നിൽക്കുമ്പോഴും മീൻ കാലേ വന്ന് കൊത്തുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പ്രശേട്ടൻ. അങ്ങനെ രണ്ടുപേരൂടെ മാറി മാറി കോരി വെള്ളമൊക്കെ പറ്റിച്ചു. വിഷ്ണുവിനെ ഞങ്ങൾ ആവുന്ന വിളിച്ചു, വിഷ്ണു വന്നില്ല. ഞാനില്ല ചില വെള്ളത്തിലൊന്നും ഇറങ്ങാനെന്നും പറഞ്ഞിട്ട് വിഷ്ണു മാറിയിരുന്നു. കണ്ണനും അച്ഛനും പ്രശേട്ടനും കൂടെ വെള്ളം എല്ലാം കോരി പറ്റിച്ചു. അങ്ങനെ വെള്ളം ഒരുവിധം പറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഒരു സൈഡിൽ നിന്ന് അവർ മീനെ പിടിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം വെള്ളം നല്ലോണം കുറഞ്ഞപ്പോഴത്തേനും 10-20 മീൻ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ സ്ഥലമില്ലാതായപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ കൈ വെച്ചിട്ട് ഓരോന്നിനെയായിട്ട് പിടിക്കാൻ തുടങ്ങി. ഇതിന് കുറച്ച് സോഫ്റ്റ് സ്കിന്നായത് കാരണം പിടിച്ചാലും കൈ നിൽക്കത്തില്ല, വഴുതി പോവും. അങ്ങനെ എന്തായാലും നമ്മളതിനെ മുഴുവനും കണ്ടോ പ്രഷറിൽ ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് വിറക്കി എടുക്കുക, ചാകരയൊക്കെ വന്ന പോലെ. അങ്ങനെ കാണാൻ നല്ല രസം കേട്ടോ. മീൻ പിടിക്കുന്നതൊക്കെ കാണുന്നതും ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, പിന്നെ ഇതൊക്കെ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. പക്ഷെ ഇതിനൊക്കെ തൊടാൻ പേടിയാണെങ്കിലും ചൂണ്ടയിടാനും ഇങ്ങനെയൊക്കെ പോയി അത് കിട്ടുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ പറയാൻ തന്നെ വയ്യ. അങ്ങനെ ഞങ്ങൾ ഈ മീനുകളെ എല്ലാത്തിനെയും പിടിച്ചിട്ട് നമുക്ക് അപ്പുറമുള്ള വീടുകളിലൊക്കെ കുറച്ച് പങ്കുവയ്ക്കണമായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ നമ്മളിവിടെ ഇതിനെ വറുത്തു. എനിക്ക് ഇത് കറി വെച്ച് കഴിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനെ വറുത്തതാണ്. വറുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഇതൊന്നും ചേർക്കാതെ ജസ്റ്റ് മഞ്ഞപ്പൊടിയും കുരുമുളകും ചുമന്ന മുളക് പൊടിയില്ലേ അതും ഒക്കെ ഉപ്പും മാത്രം ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത് മാത്രം ചേർത്തിട്ട് അതിനെ വറുത്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ മീനെ വളർത്താൻ നമ്മൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ താമരയും ആമ്പലും ഒക്കെ വളർത്താമെന്ന് കരുതുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. അമ്മ വന്നത് ഇങ്ങനെ ദേഷ്യം പറയുന്നുണ്ട്, തവളകളാ മൊത്തം എല്ലാത്തിനും പിടിച്ച് വെള്ളമൊക്കെ പറ്റിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് നിറയെ താമരയും ആമ്പലും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ വരുത്തണം വരെ ടാറ്റാ ബൈ, സീ യു.